നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസ് പിന്തുടരുന്നതിനിടെ കാസർഗോഡ് അങ്കടിമുഗർ സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് കാർ മറിഞ്ഞ് മരണപ്പെട്ട സംഭവം. ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിർത്തികളിൽ പരിശോധന കർശനമാക്കി ഉദ്യോഗസ്ഥർ. പോലീസ് നിരീക്ഷകൻ സന്തോഷ് സിംഗ് ഗൌർ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ചു. റിയാസ് മൗലവി വധക്കേസിൽ വിചാരണ കോടതി നടപടിക്കെതിരെ സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. 3 പ്രതികൾക്കും നോട്ടീസ് അയച്ചു. മധൂർ ക്ഷേത്രം വാർഷികോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികൾ നടക്കും. മഞ്ചേശ്വരം പഞ്ചായത്തിൽ ആപ്പ് വഴി അടച്ച കെട്ടിട നികുതി തുക നിശ്ചിത അക്കൗണ്ടിലെത്താതെ നഷ്ടമായതായി ആക്ഷേപം. വിഷയത്തിൽ മറുപടിയില്ലാതെ അധികൃതർ. കവ്വായി കായലിലെ കല്ലുമ്മക്കായ കർഷകരെ കണ്ണീരിലാഴ്ത്തി കൃഷിയിൽ വ്യാപക നാശം. തിരിച്ചടിയായത് കായലിലെ വെള്ളത്തിന്റെ കടുത്ത ചൂട്. വാർത്തകൾ വിശദമായി. പോലീസ് പിന്തുടരുന്നതിനിടെ കാസർഗോഡ് അങ്കടിമുഗർ സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് കാർ മറിഞ്ഞ് മരണപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടി. കേസിൽ സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്യണം. മരിച്ച ഫർഹാസിന്റെ മാതാവ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. കാസർഗോഡ് കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ് അങ്കടിമുഗർ സ്കൂളിലെ +1 വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് ഫർഹാസ് മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടി. കേസിൽ സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചു. മരിച്ച മുഹമ്മദ് ഫർഹാസിന്റെ മാതാവ് സഫിയ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടിയും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടാണ് സഫിയ കോടതിയെ സമീപിച്ചത്. നേരത്തെ സഫിയയുടെ പരാതിയിൽ കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കുമ്പള SI ആയിരുന്ന SR രജിത്ത്, CPOമാരായ T ദീപു, P രഞ്ജിത്ത് എന്നിവർക്കെതിരെ IPC 304A പ്രകാരം നരഹത്യയ്ക്ക് കേസെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 25-നാണ് അങ്കടിമുഗർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിയായ ഫർഹാസും 4 സുഹൃത്തുക്കളും സഞ്ചരിച്ച കാർ പോലീസ് പിന്തുടരുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഫർഹാസ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു. കാറിലുണ്ടായിരുന്നത് വിദ്യാർത്ഥികളാണെന്നറിഞ്ഞത് അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണെന്നാണ് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. ഫർഹാസിന്റെ മരണത്തിൽ പോലീസിന് വീഴ്ചയില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട്. എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ ഈ അന്വേഷണ റിപ്പോർട്ടിനെ നിരാകരിച്ചുകൊണ്ടാണ് കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഭവത്തിൽ ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണവും തേടിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിർത്തികളിൽ പരിശോധന കർശനമാക്കി ഉദ്യോഗസ്ഥർ. പോലീസ് നിരീക്ഷകൻ സന്തോഷ് സിംഗ് ഗൌർ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സുഗമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പോലീസ് നടത്തിവരുന്നത്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പോലീസ് നിരീക്ഷകൻ ജില്ലയിലെ ക്രമസമാധാന പാലനവും സുരക്ഷാ ക്രമീകരണങ്ങളും നേരിട്ട് പരിശോധിച്ച് വിലയിരുത്തി. തലപ്പാടി പോലീസ് ചെക്ക് പോസ്റ്റിലും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലും കുഞ്ചത്തൂർ പോളിംഗ് സ്റ്റേഷനിലുമാണ് സന്തോഷ് സിംഗ് ഗൌർ സന്ദർശനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടിക്കെതിരെ സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. 3 പ്രതികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. പ്രതികൾ പാസ്പോർട്ട് കെട്ടിവയ്ക്കണമെന്നും വിചാരണ കോടതിയുടെ പരിധി വിട്ട് പോകരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടിക്കെതിരെ സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. 3 പ്രതികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. പ്രതികൾ പാസ്പോർട്ട് കെട്ടിവയ്ക്കണമെന്നും വിചാരണ കോടതിയുടെ പരിധി വിട്ട് പോകരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിചാരണ കോടതി തെളിവ് പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും 7 വർഷം ജാമ്യം ലഭിക്കാതെ പ്രതികൾ ജയിലിൽ കിടന്നത് തെളിവ് ശക്തമായതിനാലാണെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി.
വേനൽ അവധിക്ക് ശേഷം കോടതി ചേരുമ്പോൾ കേസ് വീണ്ടും പരിഗണിക്കും. 1 മുതൽ 3 വരെ പ്രതികളായ അജേഷ്, നിതിൻ കുമാർ, അഖിലേഷ് എന്നിവരെ ഇക്കഴിഞ്ഞ മാർച്ച് 30-നാണ് കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമായ വിഷുവിനെ വരവേൽക്കുവാൻ നാടൊരുങ്ങി. കടുത്ത ചൂടിലും സജീവമായി കാഞ്ഞങ്ങാട്ടെ വിഷു വിപണി. വിഷുക്കോടി വാങ്ങുന്നതിനും വിഷുക്കണിയൊരുക്കുന്നതിനുമുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് നാട്. വിഷുവിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സജീവമായി വിഷു വിപണി. പെരുന്നാളിന് പിന്നാലെ വിഷുക്കൂടി എത്തുന്നതിനാൽ വിപണിയിൽ ആഘോഷമാണ്. മുൻ വർഷങ്ങളിലെ നഷ്ടങ്ങളിൽ നിന്ന് കരകയറാനാകുമെന്ന പ്രതീക്ഷയിൽ ഇത്തവണ സ്റ്റോക്കുകൾ നേരത്തെ എത്തിച്ച് വലിയ ഒരുക്കങ്ങളാണ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിയത്. കാഞ്ഞങ്ങാട്ടും പരിസര പ്രദേശങ്ങളിലുമുള്ള കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം ആഴ്ചകളായി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിഷുവിപണിയിൽ കണിക്കലവുമായി വിൽപ്പനക്കാരും സജീവമാണ്. വലിപ്പത്തിനനുസരിച്ച് 200 രൂപ മുതൽ 250 രൂപ വരെയാണ് വില. തലച്ചുമടായി വീടുകളിൽ കൊണ്ടുപോയും വിൽപ്പന നടത്തുന്നുണ്ട്. വിഷുക്കാലത്തെ വിറ്റുവരവ് വലിയ പ്രതീക്ഷയാണ്. കാസർഗോഡ് ജില്ലയിലും കണ്ണൂരിന്റെ വിവിധ പ്രദേശങ്ങളിലേക്കും എരിക്കുളത്തെ മൺകലങ്ങളും കണിച്ചട്ടികളും വിഷുവിപണി ലക്ഷ്യമാക്കി എത്തുന്നു. കണിയൊരുക്കാൻ പ്ലാസ്റ്റിക് കണിക്കൊന്നകളും വിപണി കീഴടക്കിയിട്ടുണ്ട്. പുത്തനുടുപ്പിനും പടക്കങ്ങൾക്കുമാണ് ആവശ്യക്കാർ കൂടുതൽ. ഖാദി കൈത്തറി തുണികൾ തേടിയും നിരവധി പേർ എത്തുന്നുണ്ട്. ഖാദി കൈത്തറി സംഘങ്ങൾ വിപണന മേളകൾ ആരംഭിച്ചിട്ടുണ്ട്. ചൈനീസ് പടക്കങ്ങൾക്കാണ് ആരാധകരേറെ. നാടൻ ഓലപ്പടക്കങ്ങൾക്കും ആവശ്യക്കാരുള്ളതിനാൽ അതും വിപണിയിലുണ്ട്. ഗ്രാമങ്ങളിലും പടക്ക കച്ചവടം തകൃതിയാണ്. വഴിയോര കച്ചവടവും തകൃതിയായി നടക്കുന്നുണ്ട്. മത്സ്യ ഇറച്ചി മേഖലയിൽ വില വർധന ഉണ്ടെങ്കിലും ആളുകൾ ഇവിടെയും സജീവമാണ്. കടുത്ത ചൂടിലും വിഷുവിനെ ആഘോഷമാക്കി മാറ്റാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് നാട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിഷുവിന് പടക്കത്തിന് പകരമായി വിപണിയിലെത്തിയ പൈപ്പ് ഗൺ കൗതുക കാഴ്ചയാകുന്നു. ഇതര സംസ്ഥാനക്കാരാണ് കാസർഗോട്ടുകാർക്ക് ഈ കൗതുക കാഴ്ച സമ്മാനിച്ചത്. വിപണിയിലെത്തിച്ച പൈപ്പ് ഗണ്ണിന് ആവശ്യക്കാരും ഏറെയാണ്. വിഷുവിന് ദിവസം മാത്രം ബാക്കി നിൽക്കെ വിഷു വിപണി സജീവമാണ്. എല്ലാ വർഷത്തെയും പോലെ വിപണിയിൽ വ്യത്യസ്ത കാഴ്ചകൾ ഈ വർഷവും കണ്ടു. അതിലൊന്നാണ് ഈ കാണുന്ന പടക്കത്തിന് പകരമായി വിപണിയിലെത്തിയ പൈപ്പ് ഗൺ. ഇതര സംസ്ഥാനക്കാരായവരാണ് പൈപ്പ് ഗൺ വിൽപ്പന നടത്തുന്നത്. പൈപ്പും സോക്കറ്റും ലൈറ്ററും ഉപയോഗിച്ച് നിർമ്മിച്ച പൈപ്പിൽ വെൽഡിംഗിനായി ഉപയോഗിക്കുന്ന കാർബൈഡ് നിറച്ച് വെള്ളമൊഴിച്ച് കുലുക്കിയ ശേഷം ഉപകരണത്തിന്റെ പിറകിൽ ഘടിപ്പിച്ച ലൈറ്റർ ഓൺ ചെയ്യുമ്പോഴാണ് ഉഗ്രശബ്ദത്തോടെ പൊട്ടുന്നത്. കാഞ്ഞങ്ങാടിന്റെ വിവിധയിടങ്ങളിൽ വിൽപ്പനയ്ക്ക് വെച്ച പൈപ്പ് ഗണ്ണിന് ആവശ്യക്കാരും ഏറെയാണ്. വർഷങ്ങളായി കുരങ്ങ് ശല്യമുള്ള ഇടങ്ങളിലും പൈപ്പ് ഗൺ ഉപയോഗിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം വാർഷികോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികൾ നടക്കും. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ 5 ദിവസം നീളുന്ന വാർഷിക ഉത്സവത്തിന് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കൊടിയേറും. തന്ത്രി ഉളിയ വിഷ്ണു ആശ്രയുടെ കാർമ്മികത്വത്തിലായിരിക്കും ഉത്സവ ചടങ്ങുകൾ നടക്കുക. 10 മണിക്ക് സഹസ്ര കുംഭാഭിഷേകം, 12 മണിക്ക് തുലാഭാരം, 12:30 മഹാപൂജ, 5 മണിക്ക് തായമ്പക, ദീപാരാധന, 8 മണിക്ക് ഉത്സവബലി എന്നിവ നടക്കും. 14 പുലർച്ചെ 5 മണിക്ക് ദീപ ഉത്സവം, വിഷുക്കണിയുടെ വിശേഷ ബലി ചടങ്ങുകൾ ആരംഭിക്കും. 15 പുലർച്ചെ 5 മണിക്ക് ദീപ ഉത്സവം, ഉത്സവബലി, 12 മണിക്ക് തുലാഭാരം, 12:30 മഹാപൂജ, വൈകിട്ട് 5 മണിക്ക് തായമ്പക, ദീപാരാധന, 8 മണിക്ക് നടുദീപ ഉത്സവം, ഉത്സവബലി എന്നിവ നടക്കും. 16 വൈകിട്ട് 7 മണിക്ക് ഉത്സവബലിയോടെ ഉളിയത്തടുക്ക മൂലസ്ഥാനത്തേക്ക് ദേവന്റെ ഘോഷയാത്ര പുറപ്പെടും. 8 മൂലസ്ഥാനത്ത് കട്ടപൂജ, 10 മധുർ വെടിത്തറയിൽ ദേവനെ എഴുന്നള്ളിച്ച് പൂജ, കരിമരുന്ന് പ്രയോഗം എന്നിവ നടക്കും. സമാപന ദിവസമായ 17 രാത്രി 10 മണിക്ക് വിശേഷ വൈദ്യുത ദീപ അലങ്കാരങ്ങളോടെയുള്ള ക്ഷേത്രക്കുളത്തിൽ ദേവന്റെ അവഭൃത സ്നാനം നടക്കും. ബട്ടലു കാണിക്ക, രാജാങ്കണ പ്രസാദം തുടങ്ങിയ ചടങ്ങുകൾ കഴിയുന്നതോടെ ഉത്സവം കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പഞ്ചായത്തിൽ ആപ്പ് വഴി അടച്ച കെട്ടിട നികുതി തുക നിശ്ചിത അക്കൗണ്ടിലെത്താതെ നഷ്ടമായതായി ആക്ഷേപം. ഇത്തരത്തിലുണ്ടാകുന്ന അബദ്ധം ജനങ്ങളിൽ കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത്.
മഞ്ചേശ്വരം പഞ്ചായത്തിൽ കെട്ടിട നികുതി അടയ്ക്കുന്നതിനുള്ള ഫണ്ട് പഞ്ചായത്ത് നൽകിയ ആപ്പ് വഴി കൈമാറിയെന്നും നിശ്ചിത തുക അക്കൗണ്ടിലെത്താതെ പണം നഷ്ടമായതായും ആക്ഷേപം. ഗ്രാമപഞ്ചായത്തുകളുടെ ഇത്തരത്തിലുള്ള അബദ്ധം സാധാരണക്കാരിൽ ആശങ്കയുയർത്തുകയാണ്. ഇത് സംബന്ധിച്ച് കെട്ടിട ഉടമകൾ പഞ്ചായത്ത് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ തങ്ങൾക്ക് ഇതേക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. ഉപ്പള മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് പരിധിയിലുള്ള സിറ്റി സെന്റർ കെട്ടിടത്തിന്റെ 2-ാം നിലയിലുള്ള ഖാലിദിന്റെ ഉടമസ്ഥതയിലുള്ള വ്യാപാര കേന്ദ്രത്തിന്റെ നികുതി തുകയായ 3096 രൂപ പഞ്ചായത്ത് നൽകിയ ആപ്പ് വഴി അടച്ചിരുന്നു. ഈ തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടെങ്കിലും പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ പണം അടച്ചിട്ടില്ലെന്ന വിവരമാണ് ലഭിച്ചതെന്നാണ് പരാതി. ഇതേക്കുറിച്ച് പഞ്ചായത്ത് അധികൃതരോട് അന്വേഷിച്ചപ്പോൾ ഇക്കാര്യങ്ങളൊന്നും തങ്ങൾക്കറിയില്ലെന്നും സംസ്ഥാന സർക്കാരാണ് ഇതിന് ഉത്തരവാദിയെന്നുമുള്ള മറുപടിയാണ് ലഭിച്ചതെന്ന് പരാതിക്കാരൻ പറഞ്ഞു. മംഗൽപാടി പഞ്ചായത്തിൻ്റെ ഒരു പരാതിയാണ്. പഞ്ചായത്തിലൊരു ആപ്പ് ഉണ്ട്, ബിൽഡിംഗ് ടാക്സ് അടക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിലാണ് 3096 രൂപ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ 28-ാം തീയതി അടച്ചതാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ 3096 അവിടെ പെൻഡിങ് ഉണ്ട്. പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് നമുക്ക് ഇതായിട്ട് ആപ്പുമായിട്ട് ബന്ധമില്ല, ഇതിൽ നിങ്ങൾ അടക്കണോ, ഇതിൽ നമ്മളെ ഇതിലേക്ക് പൈസ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പരാതികളാണ് പബ്ലിക്കിൻ്റെ ഉള്ളത്. ഇങ്ങനെ ആപ്പ് മുഖേന അടച്ച പൈസ കിട്ടുന്നില്ല, തിരിച്ച് പഞ്ചായത്ത് കൊടുക്കുന്നില്ല, ഇവിടുന്ന് അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി പൈസ. അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടാണ് സാധാരണക്കാർക്ക് ആകുന്നത്. ഇതുപോലെ ഇത്തരത്തിൽ ആപ്പ് വഴി പണം അടച്ച് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുന്നതായി പലരും പരാതി പറയുന്നുണ്ട്. ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ കോയങ്കര ആമ്പിലേരി കണിച്ചുകുളങ്ങര തറവാട് അടൂർ ചാമുണ്ഡി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം 16, 17 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 വർഷത്തിലൊരിക്കൽ നടന്നുവരുന്ന കളിയാട്ടത്തിൽ അപൂർവമായ അടൂർ ചാമുണ്ഡി തെയ്യം അരങ്ങിലെത്തും. 16-ന് രാവിലെ 9 മണിക്ക് കപ്പോത്തനില്ലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന പൂജകൾ നടക്കും. രാവിലെ 7:30 മുതൽ വിവിധ തെയ്യങ്ങളുടെ തോറ്റങ്ങൾ നടക്കും. അർദ്ധരാത്രി ശൈവഭൂതം തെയ്യം അരങ്ങിലെത്തും. 17-ന് രാവിലെ 7 മണിക്ക് രക്തചാമുണ്ടിയും തുടർന്ന് അങ്കക്കുളങ്ങര ഭഗവതിയും 11-ന് വിഷ്ണുമൂർത്തിയും അനുഗ്രഹം ചൊരിയുവാനെത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ അന്നദാനവും നടക്കും. ഉച്ച കഴിഞ്ഞ് അടൂർ ചാമുണ്ടിയുടെ പുറപ്പാട്. 2 മണിക്ക് ഗുളികൻ തെയ്യം അരങ്ങിലെത്തും. കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായി 16-ന് വൈകുന്നേരം അടൂർ ചാമുണ്ടി ഭക്തിഗാന CD പ്രകാശനം നടക്കും. സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ പ്രകാശനം നിർവഹിക്കും. അനൗൺസ്മെന്റ് രംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിടുന്ന കരിവള്ളൂർ രാജൻ, സംഗീത രംഗത്തെ മോഹനൻ ഉദിനൂർ എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. തൃക്കരിപ്പൂർ കണ്ണമംഗലം കഴകം പ്രസിഡന്റ് പുതിയത്ത് ഗോപാലൻ ഉപഹാര സമർപ്പണം നടത്തും. ദേവസ്ഥാനം പ്രസിഡന്റ് K ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് ഈയക്കാട് ഗ്രാമത്തിലെ വനിതകളും കുട്ടികളും അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് K ലോഹിതാക്ഷൻ, സെക്രട്ടറി K മനോജ് കുമാർ കണിച്ചിക്കുളങ്ങര, ട്രഷറർ K പ്രഭാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കവ്വായി കായലിലെ കല്ലുമ്മക്കായ കർഷകരെ കണ്ണീരിലാഴ്ത്തി കൃഷിയിൽ വ്യാപക നാശം. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ വിളയിച്ചെടുക്കാറുള്ള കവ്വായി കായലിലെ വെള്ളത്തിൻ്റെ കടുത്ത ചൂടാണ് ഇത്തവണ തിരിച്ചടിയായത്. കാലാവസ്ഥയിലെ മാറ്റം ചിലപ്പോഴൊക്കെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടെങ്കിലും വേനൽ കാഠിന്യത്തിൽ കായലിലെ വെള്ളത്തിൻ്റെ ചൂടുകൂടിയതാണ് ഈ വർഷമുണ്ടായ കൃഷിനാശത്തിന് പ്രധാന കാരണം. അതോടൊപ്പം സാധാരണയായി പെയ്യാറുള്ള വേനൽ മഴയും ഇല്ലാതായതും കല്ലുമ്മക്കായ നശിക്കുവാനിടയാക്കി. കായലിലെ മുളംതണ്ടുകളിൽ കയറിൽ കൃഷി ചെയ്ത കല്ലുമ്മക്കായ വെള്ളത്തിൻ്റെ കടുത്ത ചൂടിൽ വാപിളർന്ന് പൂർണ്ണമായും നശിക്കുകയാണ്. ചൂട് നിയന്ത്രിച്ച് നിർത്തുവാനും തണുപ്പിക്കുവാനും വേനൽ മഴ പ്രധാന ഘടകമായിരുന്നുവെങ്കിലും ഇത്തവണ മഴ ചാറ്റൽ പോലും ഉണ്ടായില്ല. ആയിറ്റി, ഇടയിലക്കാട്, വലിയ പറമ്പ് തുടങ്ങിയ മേഖലകളിലെ കല്ലുമ്മക്കായ കൃഷിയാണ് കൂടുതലായും നശിച്ചത്. ഒരു കയറിൽ 100-ൽ പരം കായകൾ വിളവെടുത്തിരുന്ന പ്രദേശത്ത് ഇത്തവണ 2-3 കല്ലുമ്മക്കായ മാത്രമാണ് കർഷകർക്ക് കരക്കെത്തിക്കുവാനായത്. ആയിറ്റിയിലെ പ്രിയം, മഹിമ, കീർത്തനം എന്നീ കുടുംബശ്രീ യൂണിറ്റുകളുടെ കൃഷി പൂർണ്ണമായും നശിച്ചു. ഒരു യൂണിറ്റിൻ്റെ 500 കൈ കല്ലുമ്മക്കായയിൽ ഭൂരിഭാഗവും നശിച്ചതായി കുടുംബശ്രീ ഭാരവാഹികൾ പറഞ്ഞു. ചൂട് കൂടിയത് കൊണ്ട് ഈ ഒരാഴ്ചക്കുള്ളിൽ കല്ലുമ്മക്കായ നമ്മൾ എടുക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ കല്ല പോയിട്ടേ ഇല്ലത്
എല്ലാം മൊത്തം പോയിട്ട് അതിൽ അധികം എല്ലാ ടീമിനും ഇവിടെ ഇട്ട എല്ലാ ടീമിനും പോയിട്ട് അതിലത്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ കാണണം. IT ഭാഗത്തിറക്കിയ 30-ൽ പരം കർഷകരുടെയും കല്ലുമ്മക്കായ കൃഷി നശിച്ചിട്ടുണ്ട്. 35-ൽ പരം സ്റ്റേജ് ഏതാണ്ട് 6000 കൈ കല്ലുമ്മക്കായയാണ് ഇവിടെ നശിച്ചത്. 30 ലക്ഷത്തിൽ പരം രൂപയുടെ നഷ്ടമാണുണ്ടായതെന്ന് കല്ലുമ്മക്കായ കർഷകർ പറഞ്ഞു. ബാങ്ക് വായ്പയെടുത്തും ആഭരണങ്ങൾ പണയം വെച്ചും കൃഷിയിറക്കി തിരിച്ചടി നേരിട്ട കർഷകർക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും സർക്കാർ ഏജൻസികൾ വഴി നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. നമ്മൾ IT പുഴയിൽ കല്ലുമ്മക്കായിട്ട അവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പിന്നെ എല്ലാ കല്ലുമ്മക്കായും എല്ലാ കർഷകരെയും കല്ലുമ്മക്കായി മൊത്തം വായി വളർന്നിട്ടായില്ല. പിന്നെ അത്രയും നഷ്ടമായിട്ടുള്ളത് ലക്ഷക്കണക്കിന് റുപ്യ നഷ്ടമാണ് നമ്മൾ IT ഭാഗത്തുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിന് കൃത്യമായിട്ടുള്ളൊരു പിന്നെ നടപടി എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു സാമ്പത്തിക സഹായം ഓരോ കർഷകനും കൊടുക്കണമെന്നാണ് ഒരു കർഷകൻ നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വേനലവധി തുടങ്ങിയതോടെ കുരുന്നുകൾക്ക് കാൽപന്ത് കളിയിൽ പരിശീലനത്തിന് തുടക്കമിട്ട തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക രക്ഷകർതൃ സമിതി സ്കൂൾ നിയന്ത്രണത്തിലുള്ള മിനി സ്റ്റേഡിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ പരിശീലന ക്യാമ്പ് ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് സുബ്രതോ കപ്പ് സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിനുള്ള പരിശീലന ക്യാമ്പിന് തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ തുടക്കമായത്. 1 മാസം നീളുന്ന ക്യാമ്പ് എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8:30 വരെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 5 മുതൽ 9 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യൻ ഇന്റർനാഷണൽ മുഹമ്മദ് റാഫി ഉൾപ്പെടെ ദേശീയ സംസ്ഥാന ഫുട്ബോൾ ടീമുകളിൽ കളിച്ച തൃക്കരിപ്പൂരിലെ ഫുട്ബോൾ താരങ്ങൾ കാൽപന്ത് കളിയുടെ ബാലപാഠം അഭ്യസിച്ച സ്റ്റേഡിയത്തിൽ ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ് ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ കളിക്കാരെ നമ്മുടെ കേരള ഫുട്ബോളിലും അതുപോലെ ഇന്ത്യൻ ഫുട്ബോളിലും സംഭാവന ചെയ്ത ഒരു നാടാണ് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും തന്നെ ആവേശത്തോടു കൂടി ഈ ഒരു അവധിക്കാല ക്യാമ്പിൽ സ്കൂളൊക്കെ അടച്ച് അതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ്. എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടി ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനിവിടെ വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഭാവിയിലേക്കുള്ള മികച്ച താരങ്ങളായി മാറാൻ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ വിവിധ പ്രൊഫഷണൽ ക്ലബ്ബുകളുടെയും അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെയും അഭിമാന താരങ്ങളായി മാറാനുള്ള ആ ഒരു അടിസ്ഥാന രൂപീകരണത്തിനായിട്ട് നിങ്ങൾ ഈ ക്യാമ്പ് ഉപയോഗിക്കുക. സ്കൂൾ PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യാധ്യാപിക EK ബൈജ, കായികാധ്യാപകൻ TM സിദ്ദീഖ്, സമദ് പേക്കടം, VPU മുഹമ്മദ്, പഴയകാല ഫുട്ബോൾ താരങ്ങൾ, പരിശീലകർ തുടങ്ങിയവരും ക്യാമ്പ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അടുത്ത അധ്യയന വർഷത്തിൽ സ്കൂളിൽ പ്രവേശനം നേടുന്ന കുട്ടികൾക്കും ക്യാമ്പിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിലെ ഓട്ടോ തൊഴിലാളികൾക്ക് വിഷു കിറ്റ് നൽകി. തൊഴിലാളികളുടെ സംഘടനയായ ജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് വിഷു കിറ്റുകൾ നൽകിയത്. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ്. 2018 ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. 50ഓളം അംഗങ്ങളടങ്ങുന്ന ജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് വിഷുക്കിറ്റ് നൽകി. ജീവനം കാരുണ്യ ട്രസ്റ്റ് ആലാമ്പള്ളി യൂണിറ്റ് ഓട്ടോ ഡ്രൈവർമാരുടെ ഒരു സംഘടനയാണ്. നമ്മളൊരു 8 വർഷത്തോളമായി ഇത് 2018 ആരംഭിച്ച് ഇപ്പോൾ 8 വർഷത്തോളമായി ജീവനകാരുണ്യ പ്രവർത്തനത്തിൽ പോകുന്നത്. 50 മെമ്പർമാരാണ് നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലുള്ളത്. ഈ 50 മെമ്പർമാർക്കുള്ള ആനുകൂല്യങ്ങളും ചികിത്സാ സഹായങ്ങൾ, അതുപോലുള്ള ഈ കൊറോണ സമയത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ, കൊറോണ കിറ്റ്, പിന്നെ സർക്കാരിലെ പ്രളയ ദുരിതാശ്വാസത്തിന് സർക്കാരിലേക്കുള്ള പൈസ, അങ്ങനെ എല്ലാവിധ നാനാവിധത്തിലുള്ള ഈ സംഘടനകളെ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. 8 വർഷത്തോളം ഇതേ പരിസംഖ്യ മാത്രമാണ് ഇതിൻ്റെ ഏക മൂലധനം. എല്ലാ മെമ്പർമാരും 100 രൂപ വെച്ച് തന്നിട്ട് ആ പൈസ സ്വരൂപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചികിത്സാ സഹായം എല്ലാ മെമ്പർമാർക്കും കൂടി ഇതിൽ മെമ്പർമായ 50 പേർക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. ഇതിനു പുറമെ ചികിത്സാ സഹായങ്ങളും ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നൽകി വരാറുണ്ട്. പ്രസിഡന്റ് ബാലൻ നെല്ലിത്തറ, സെക്രട്ടറി MP രത്നാകരൻ, ട്രഷറർ ചന്ദ്രൻ പനങ്കാവ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് പിന്തുടരുന്നതിനിടെ കാസർഗോഡ് അങ്കടിമുഗർ സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് കാർ മറിഞ്ഞ് മരണപ്പെട്ട സംഭവം. ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിർത്തികളിൽ പരിശോധന കർശനമാക്കി ഉദ്യോഗസ്ഥർ. പോലീസ് നിരീക്ഷകൻ സന്തോഷ് സിംഗ് ഗൌർ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ചു. റിയാസ് മൗലവി വധക്കേസിൽ വിചാരണ കോടതി നടപടിക്കെതിരെ സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. 3 പ്രതികൾക്കും നോട്ടീസ് അയച്ചു. മധൂർ ക്ഷേത്രം വാർഷികോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികൾ നടക്കും. മഞ്ചേശ്വരം പഞ്ചായത്തിൽ ആപ്പ് വഴി അടച്ച കെട്ടിട നികുതി തുക നിശ്ചിത അക്കൗണ്ടിലെത്താതെ നഷ്ടമായതായി ആക്ഷേപം. വിഷയത്തിൽ മറുപടിയില്ലാതെ അധികൃതർ. കവ്വായി കായലിലെ കല്ലുമ്മക്കായ കർഷകരെ കണ്ണീരിലാഴ്ത്തി കൃഷിയിൽ വ്യാപക നാശം. തിരിച്ചടിയായത് കായലിലെ വെള്ളത്തിന്റെ കടുത്ത ചൂട്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.